experience. Okay. Sure. അയ്യോ അമ്മ ഇതെന്തത്? അമ്മ അത് തുറന്നു വെച്ചിട്ട് പോയി. ആര് തുറന്നു വെച്ചിട്ട്? അമ്മ. അപ്പൊ അത് തറയെ വീണു. അങ്ങനെ മുളക് പൊടി തുടക്കേണ്ടത് ഇതെങ്ങനെ അവിടെ നിന്ന് മുളക് പൊടി താഴെ ചട്ടനി മുളക് പൊടി എടുത്ത് അത് തുറന്നാണോ വെച്ചത്? അല്ല, ഞാനും അല്ല. അപ്പൊ പിന്നെ പറയാതായിരിക്കും. അല്ല ശരി, അവിടെ കിളിയോടെ ഇത് തുറന്നു വെച്ചെന്ന് ഇരിക്കട്ടെ. ഇതെങ്ങനെ താഴെ വീണെങ്ങനെ? ഇവിടെ നിക്കണം, നീ എങ്ങനെ താഴെ വീഴിച്ച്? അത് അമ്മ വിശ്വസിക്കൂല പറഞ്ഞ. അത് ഞാന് ഉള്ളി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എന്നെ വഴുതി പോയി. ഞാനും വിശ്വസിച്ചില്ല, അത് പറന്നു പോയി. ഓ, അപ്പൊ അതിന് ജീവനുണ്ടാവും. എന്താ കാണിക്കണത്? ഇത്ര നേരമായി തുടങ്ങിയിട്ട് ഇവിടെ കാണിച്ചിട്ടേക്കണോക്കെ. ഞാൻ ഇത്തിരി ഈ ഇല എടുക്കാൻ പോയതല്ലേ ഉള്ളൂ. എന്താ ഒരു മുളക് കൂടി വൃത്തിയാക്കണ്ടേ ഇവിടെ? ഞാൻ ആക്കിക്കോളാം. ചെയ്യാറിയാങ്കി എനിക്ക് വൃത്തിയാക്കാൻ അറിയാം. എന്ത് പ്രശ്നം എന്താണെന്നറിയാൻ പാടില്ല. മുളക് പൊടിയും കളഞ്ഞ് ഉള്ള പാത്രത്തിൽ മുഴുവൻ ഒരു ഇതെവിടെ വെക്കണത്? ഇതിരിക്കണത് നിന്റെ കണ്ണ് കാണണില്ലേ? നിന്റെ മത്തങ്ങ പോലെയുള്ള കണ്ണുണ്ടല്ലോ. ഓക്കെ, അത് എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. രണ്ട് സവാള എടുക്കാനേ പറഞ്ഞുള്ളൂ, 2 എണ്ണം. ഞാൻ മുളക് കൂടി തേക്കും ഉണ്ടായിരുന്നു. നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ തുടക്കട്ടെ. ഞാൻ തുടച്ചോളാം, എനിക്കറിയാം. മാറിക്കവിടെ. ഞാൻ തുടച്ചോളാം. എന്റെ ദൈവമേ, കണ്ണിലും മൂക്കിലൊക്കെ തേക്ക്. മാറിക്ക മുത്തേ, നീ ഇങ്ങോട്ട്. നീ എന്തിനാടി ഇവിടെ വന്നത്? അമ്മയ്ക്ക് ഇതൊന്നും ഇല്ല. അമ്മയും തേക്കൂലേ? നീ ഇത് അകത്ത് പോയിരുന്നേ. ഇപ്പൊ നീ കയ്യിലോട്ടൊക്കെ മാറി ഇടുന്ന. ദൈവമേ, ഇതിലോട്ട് മാറ്. അമ്മ അരക്കി പോയി അരക്കി. അത് ആദ്യം മാറ്റിയാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. മുളക് പൊടി വേണോ? മാറിക്ക, നീ ഇങ്ങോട്ട് നീങ്ങിക്ക. നീ എന്നിട്ട് ഞാൻ മാറിയിട്ട് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന. ഞാൻ മിക്സിയുടെ ജാറൊന്നും എടുക്കാൻ പറ്റുമോ? ഇനിയിപ്പോ ജാർ എടുക്കാൻ അങ്ങോട്ട് കൈ കഴുവണ്ടേ? എല്ലാം ഒരാളെ തന്നെ പറഞ്ഞ അമ്മേനെ പറയും കൈ കഴുവ്, പക്ഷെ ജാറെടു. എന്താ നോക്കിക്കണ? എന്താ ഇവിടെ എന്നതായിരിക്കും ഈ തത്തക്കം പുത്തക്കം നടക്കുന്നത്? സവാള ഒന്ന് ഞാൻ അരിഞ്ഞോട്ടെ, ഒന്ന് മാറ്. എന്റെ പൊന്നു കൂടപ്പറപ്പേ, സഹായിക്കാന്ന് പറഞ്ഞു വന്ന ഇട്ടത്. ഇനി എന്തിനാ അത് കഴുകുന്നേ? അപ്പൊ അത് അഴുക്കല്ലേ? കഴുകി കഴിഞ്ഞ ആ വെള്ളം മാറ്റണ്ടേ? എന്റെ ദൈവം, ഈ സാധനം ഇല്ലാതിരുന്ന എന്റെ പണി കഴിയും. അതിനകത്ത് പച്ചമുളക് ഉണ്ടോടി? ഉണ്ട്. എന്നാ കൊണ്ടോ വേഗം. കഴിവണ്ടേ? ഇപ്പോ ഭ്രാന്തായോ ദൈവമേ? ഞാൻ അരിഞ്ഞു വെക്കാം. ഇതൊക്കെ വൃത്തിയാക്കണം. അത് ലാസ്റ്റ് ആക്കിക്കോളാം. ഇപ്പഴാക്കിയെന്ന് വെച്ചാൽ വീണ്ടും ആവൂലേ? കടവിൽ കുളിക്കുവാനായി പോയ നേരം നിന്നെ കാണുവാനായി വെള്ളത്തിലൂളിയിട്ടു ഞാൻ. അമ്മ, ഞാനൊന്ന് മിക്സി അരക്കാം. അമ്മ ഇത് നീ അവിടെ നിന്ന് അനങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നീ കൊള്ളും. നീ എന്തുവാടിയാ കാണിച്ചു വെച്ചേക്കുന്ന ആ സവാള? ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറയുന്ന കേക്ക്. ഞാൻ വിചാരിച്ചെന്തോന്നോ, എന്തായാലും നമ്മൾ കറിയിലൊന്നും ഈ ഉള്ളി അങ്ങനെ കിട്ടൂലല്ലോ. എങ്ങനെയും കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അത് അലിയുമല്ലോ. അങ്ങനെയാണെങ്കിൽ സവാള 2ആയിട്ട് അങ്ങ് മുറിച്ചിട്ടാ മതിയല്ലോ. അത് അത്രയും വലിയ പീസ് അരിയോ? ഇപ്പൊ അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ അരിയാ. സവാള 4 കഷ്ണാക്കി വെച്ചേക്കുന്നു. അല്ലാത്ത രീതിയിൽ അരിഞ്ഞ പ്രശ്നം തീർന്നില്ലേ? നീ ഇച്ചിരി വായും പൂട്ടി മിണ്ടാതെ നിക്കാമോ? അപ്പൊ ഞാൻ അല്ലാത്ത രീതി അരിയട്ടെ? വേണ്ട, ചെയ്തോളം മതി. എല്ലാരും കുഞ്ഞിലെ പഠിച്ചിട്ടാണ് പറഞ്ഞത് ഇതൊക്കെ. നീ എന്തിനാ എനിക്ക് തലവേദന എടുക്കണേ? നീ ഒന്നും മിണ്ടാതിരിയടി ഇച്ചിരി നേരം. ഇതൊക്കെ പഠിക്കണ്ടേ? ഇപ്പോ ഞാൻ ഇനി എവിടെയെങ്കിലും പഠിക്കാൻ പോകുമ്പോ നീ അങ്ങോട്ട് പോയിട്ട് ആ മോട്ടറിന്റെ സ്വിച്ച്. ഇന്നലെ രാത്രി മോട്ടറിന്റെ സ്വിച്ച് ഇട്ടിട്ടില്ല. ഞാനിപ്പോ ഇതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോണ വഴിക്കല്ലേ സ്വിച്ച് അപ്പം കിട്ടോളാം.
ഇപ്പൊ കുറച്ചു നേരത്തേക്കും കൂടെ അവിടെ വരെ നടന്നാ നിനക്ക് എന്ത് പറ്റും? നിന്റെ കാലിന്റെ എനിക്കിപ്പൊ എന്തേലും ഒന്ന് തരുമോ? നിനക്ക് ഞാൻ തരും ഇപ്പൊ നല്ലോണം. തക്കാളി കട്ട് ചെയ്യാം. വെള്ളം തീർന്നു. രാത്രി മോട്ടർ അടിച്ചിട്ടില്ല. അവൻ കുളിക്കാൻ നീരാടാൻ കയറിയിട്ടുണ്ട്. പോവാം ചെല്ലുന്ന ഇപ്പൊ ഇതൊന്ന് ശരിയാക്കിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ മിക്സി അരയ്ക്കാം. അത് എളുപ്പമാ. അത് ആരെക്കൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ മിക്സി അരയ്ക്കാം. അമ്മ പോയി അത് ചെയ്യും. ഓക്കെ, ഞാനിവിടെ നിന്നോളാം. ഇനിയിപ്പോ മിക്സി ചിലപ്പോ തലകുത്തി വെച്ചെന്നൊക്കെ ഇരിക്കും. ഒന്നും പറയാൻ പറ്റൂലേ, അതുകൊണ്ടാ. ആ മുളക് പൊടിയിലാണെങ്കിൽ അമ്മ തുറന്നു വെച്ചോണ്ട് അടിക്കട്ടെ. എന്താ ഉദ്ദേശിക്കണത് ഇനി? കേട്ടെ ആക്കടി. ഓക്കെ, കണ്ടുപോയി പോയി കണ്ണു കണ്ടൂടെ? ഇപ്പൊ ഇങ്ങനെ ഒരു വെക്കാം. എനിക്ക് തോന്നി ഞാനിത് എന്ത് ചെയ്യും? ഞാനാണോ പോയി ഓഫ് ചെയ്ത കറണ്ട്? എന്റെ അടുത്ത് ചോദിച്ചാ കറണ്ട് അല്ലേ, അത് പോവും വരും. എന്ത് ചെയ്യാൻ? ആ ഇനിയിപ്പോ ആരും കുളിക്കാൻ വേണ്ട, നനയ്ക്കാൻ വേണ്ട. നിന്നോട് ഞാൻ പറഞ്ഞോ മോട്ടർ പോയിട് മുത്തേന്ന് പറഞ്ഞോ? ഓക്കെ, ഞാൻ പോയി ഇട്ടു. ഇപ്പൊ കറണ്ട് പോവാനുള്ള പോവല്ലോ. 2 ബക്കറ്റ് വെള്ളം കിട്ടുമായിരുന്നു. 2 കിട്ടൂല. ആ മോട്ടർ വലിച്ചെടുക്കണമെങ്കിൽ തന്നെ നല്ല സമയം എടുക്കും. ഇപ്പൊ എല്ലാം കൂടെ എന്റെ തലയിലാക്കണം. കൊറേ വെള്ളം കോരും കേട്ടോ. മോൾ ഇന്ന് കൊറേ വെള്ളം കോരും. ദൈവമേ, ഇത് ഞാനിനി എന്ത് ചെയ്യും? ഇത്രയും ഇത്രയും പോരെ? ആ മോട്ടർ വെള്ളം തീർന്നു. കറണ്ട് പോയി. ഞാൻ മൊത്തം സോപ്പും പതയിട്ടിരിക്കാം. ഒരു കാറ്റ് മോട്ടർ ഇട്ടിട്ട് കേറി കൂടായിരുന്നോ? വെള്ളമില്ലത് നിങ്ങൾ പെണ്ണുങ്ങളല്ലേ ഈ മോട്ടറൊക്കെ ഇടുന്നത്. പിന്നെ പെമ്പിള്ളേർക്ക് അത്ര കൈയുള്ളോ? മൊത്തം സോപ്പും പതയിച്ച് വെള്ളം കൊണ്ട് കഴിവേ തോർത്തെടുത്തിട്ട് ഇറങ്ങാൻ പറ്റും. എന്നിട്ട് കറണ്ട് വന്നിട്ട് കുളിക്കാം. എന്റെ കൊച്ചാ ദേഹം മൊത്തം സോപ്പും പത. ഞാൻ അതും വെച്ച് ചൊറിഞ്ഞോണ്ട് കിടക്കാൻ വെള്ളം കൊണ്ട് കുളിക്കാൻ. വെള്ളം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എവിടുന്ന് കൊണ്ടുവരാനാണ്? ഒരു കാര്യം ചെയ്യാ, ശംഖുമോഹൻ ബീച്ചിലോട്ട് പോകും. എനിക്ക് ദേഹം കഴിവാ വെള്ളം അവിടെ നിന്ന് കൊണ്ടുവരാറ്. ഞാൻ എന്നാ പിന്നെ അവിടെ ഇരിക്കി, കുറച്ച് കഴിഞ്ഞിട്ട് മോട്ടർ ഇട്ടിട്ട് കുളിക്കാം. ഒത്ത ചതിക്കല്ലേ, വെള്ളം കൊണ്ട് എനിക്ക് പോകേണ്ട കാര്യമുണ്ട്. ഞാൻ എവിടെ ചോദിച്ചു നോക്കട്ടെ അമ്മയടുത്ത്. അമ്മയാണ് വാട്ടർ അതോറിറ്റിയുടെ മന്ത്രി. വെള്ളം മോട്ടർ ഇടാതെ കുളിച്ചതും പോരാ. അമ്മ ദൈവമേ, എന്ത് ചെയ്യും? ഇനിയിപ്പൊ എന്നെ കറി വെക്കണേന്നേ. ഇനിയിപ്പൊ എന്നെ കറി വെക്കണേ. മീൻ മേടിച്ചില്ലേ? അപ്പൊ അമ്മാവൻ അറിഞ്ഞില്ലേ? കരണ്ട് പോയി. കറണ്ട് പോയാ? ഇപ്പൊ കരണ്ട് പോയി കുറച്ചു നേരമായി. ഇപ്പൊ തേങ്ങ അരയ്ക്കാതെ എങ്ങനെ മീൻകറി വെക്കും? മുളകിട്ട് വെക്കണി. അപ്പൊ ഞാൻ തേങ്ങ ചിരണ്ടി മിക്സിയുടെ ജാറിൽ ഇട്ട് വെച്ചേക്ക്, അത് ചീത്തായി പോവില്ലേ? ആ തേങ്ങ അരച്ച് വെച്ചാലേ കൊള്ളുള്ളൂ അമ്മി. കഷ്ടമായിപ്പോയത്. അതെങ്ങനെയാ എന്റെ പണി എപ്പ കഴിയണ്ടെന്നറിയാമോ? വന്നപ്പോഴത്തേക്ക് ഒരുത്തി പട. പിന്നെ ഞാനല്ലേ ട്രാൻസ്ഫോമർ പോയി ഓഫ് ആക്കിയേ. ട്രാൻസ്ഫോമർ അവളെന്താ ഇത്? എന്റെ അമ്മാവ ഈ പെണ്ണ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ പണി എപ്പ കഴിയേണ്ടതാ? 2 പ്രാവശ്യം മീൻകറി വെക്കാനുള്ള സമയമായി. അടുക്കളയിൽ വന്നപ്പോഴാ കറണ്ട് പോയി. അവൾ അടുക്കളയിൽ വന്നില്ല, വന്ന് നിന്നാ എന്തെങ്കിലും സഹായിക്കുകയാണെങ്കിൽ ഒരു ഉള്ളി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുഴുവൻ ഉള്ളിത്തോണ്ടിടും. പിന്നെ അത് ഞാൻ വൃത്തിയാക്കണ്ടേ? പിന്നെ ഉള്ളിത്തോണ്ട് വിഴുങ്ങാൻ പറ്റുമോ? അവിടെ തന്നെ ഇടാൻ പറ്റുമോ? ഒരു 100 സംശയോ. മിണ്ടാതെ എന്റെ പണി കഴിച്ച് ഞാൻ പോയല്ലേ. എന്തേലും ഒന്ന് സഹായിക്കാന്ന് പറഞ്ഞ് കേറിയത് ഇപ്പൊ അത് കുറ്റമായി. അല്ലെങ്കിൽ 100 കുറ്റമായി. ഞാൻ ഒന്നും ചെയ്യണില്ല എന്ന്. ഒരു 2 മിനിറ്റ് കിട്ടിയാ മതിയായിരുന്നു. ഞാൻ അതങ്ങ് അരച്ചെങ്കിലും എടുത്തേനെ. ദൈവമേ, ഇനി ഞാൻ കിച്ചണിൽ വരൂല. വേണ്ട, അതാ നല്ലത്. ഒന്നിനും സഹായിക്കൂല. ഒന്നിനും സഹായിക്കണ്ട. വാമുത്തെ പറമ്പിന്ന് 2 പപ്പായ കിട്ടുമോ നോക്കാം. സ്വന്തമായിട്ട് പോയാ മതി. ഇനിയിപ്പൊ ഞാൻ വന്നിട്ട് ഇനി അത് വല്ലതും തലയിൽ കൂടെ മറിഞ്ഞുകൊണ്ട് ഞാൻ കുലുക്കിട്ടെന്ന് പറയണം. അമ്മയായിട്ട് ഒരു ഇടപാടും ഇല്ല എനിക്ക്. നീ അല്ലെങ്കിൽ വേണ്ട, വാ 2 പപ്പായ കുത്തിത്താ. അപ്പായൊന്നും വേണ്ടടി, ഞാൻ മീൻ മുളകിട്ട് വെക്ക്. കറണ്ട് ഉണ്ടോ അവിടെ? ഉണ്ടല്ലോ. ഇവിടെ ഇല്ല. ഇവിടെ വന്നിട്ടില്ല. അവിടെ ഇല്ലേ? ഇല്ല. കറണ്ട് ചാർജ് എടുത്തായിരുന്ന? ക്ലീറ്റോന്റെ കയ്യില് പൈസ കൊടുത്തിട്ടായിരുന്നു. ക്ലീറ്റോന്റെ കയ്യില്. അവൻ തിന്ന് കാണും. അവൻ പുട്ടടിച്ചാണോടെ. ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? അല്ല എന്നാ വന്നു സമയത്തൊക്കെ നോക്കി കണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഉത്തരവാദിത്ത ബോധം വേണം. ഇല്ല ഇങ്ങനെ കറണ്ടില്ലായിരിക്കേണ്ടി വരും. ഈ വേറെ പണിയൊന്നുമില്ല. ഇവിടെ കറണ്ട് ഇല്ലേ ചേച്ചി? ഇല്ലേ? അയ്യോ സമാധാനായി. നോക്കടി, അവളെ സന്തോഷം കണ്ടാ. ഇവിടെ ഇല്ലേ? അവിടെ ഇല്ല. ഓക്കെ, സന്തോഷായി. എന്തോടി
ഓ അപ്പൊ വരുമ്പോ രണ്ടുപേർക്കും കൂടി വരുമല്ലോ. ആ എന്തൊരു കഷ്ടം, ഒരു പണിയും കഴിഞ്ഞില്ല അന്നേ. ഇല്ലേ അത് നീ പറയണ്ടായിരുന്ന. അപ്പൊ KCB വിളിച്ച് പറയാം തങ്കത്തിന്റെ വീട്ടിലെ പണി തീർന്നിട്ടില്ല, ആ ട്രാൻസ്ഫോമർ ഓൺ കൊടുക്കാനായിട്ട്. പോടാ. പിന്നല്ലാതെ പിന്നെ നീ ഇവിടെ മാത്രമല്ല ഈ ഏരിയയിൽ എല്ലാ വീട്ടിലും പണി നടക്കാതിരിക്കുക. ഞാൻ അത്യാവശ്യം നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെല്ലാം കറണ്ടില്ലല്ലോ ഇവിടെ ഇരുന്നിട്ട് കാര്യം. കറണ്ടില്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. നീ എവിടെ പോടാ? അതിന് പോവുക. ഞാനേ നമ്മുടെ കുറച്ച് കൂട്ടുകാരനടന്ന് കൂടുന്നുണ്ട്. എപ്പോഴാ വരാ? ഒരു ദിവസം കറണ്ട് ഇവിടെ ഇരുന്നൂടെ ഏട്ടാ. ഇവിടെ ഈ ചൂടെടുത്ത് ഇരിക്കുന്ന നേരം എന്നോട് വർത്താനം പറഞ്ഞ് എപ്പോ വരും നീ? വരും വരാന്നേ. അച്ഛമ്മ പുറത്തോട്ട് പോകാനോ? എന്ത് നീ വരുന്ന? ഞാനുണ്ട്. നീ അവിടെ ഇല്ലേ? നീ എവിടെ നില്ലേ? ആരെങ്കിലും എവിടെയെങ്കിലും പോണെങ്കിൽ ചാടി എനിക്ക് കവല വരെ പോണം. ആണോ? നിക്ക്. കുളിച്ചോ? ആ കുളിച്ച്. ഭാഗ്യല്ലേ. അതെ. ആ കുളിച്ചോണ്ട് നിന്നപ്പോഴാ വെള്ളം തീർന്നു പോയത്, കറണ്ടും പോയില്ലേ. രാവിലെ നേരത്തെ നില വിളിച്ച് തങ്കച്ചേട്ടത്ത് പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അവന് കൊടുത്ത്. അപ്പൊ ടാങ്കിലെ വെള്ളം തീർന്നാ? ടാങ്കിലെ വെള്ളം ഇപ്പൊ തീർന്നതാ. അപ്പൊ ഞാൻ എങ്ങനെ കുളിക്കാനി? കുളിക്കണ്ട. അല്ല അമ്മോന് കുളിക്കാം. ഇപ്പൊ റൊണാൾഡോ ഇപ്പൊ വെള്ളം തരുമല്ലോ. എങ്ങനെ? ഞാനെന്തോ മഴ പെയ്യോ കാർമേഘോ ഇങ്ങനെ പെയ്യുന്നു? അല്ല പിന്നെ ഇപ്പൊ ഞാൻ എടുത്തു തന്ന വെള്ളം എനിക്ക് വേത്താറുണ്ടേ. അത് അരബക്കറ്റ് അത് കറണ്ട് വരുമ്പോ മോട്ടർ അടിച്ചു. ആര്? നീ പോരണോ? ഞാനോ? എന്താ അത് എനിക്ക് പള്ളി പോയി നീ കൂടെ മറിക്കേടി, ഞാൻ പോയി പാത്രം എടുത്തിട്ട് വരട്ടെ. എന്തിന്? എനിക്ക് കൈപ്പോയം ഭയങ്കര നാളെ ബൈക്കിൽ വേണ്ട വേദന. കപ്പെടുത്ത് ഇങ്ങനെ ഒഴിക്കാനായിട്ട് കൈപ്പോയതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. കപ്പിട്ട് കപ്പിട്ട് ഇങ്ങനെ വലിച്ചാൽ ആ വലിയ കപ്പിക്കാതെ എത്ര ലിറ്റർ വെള്ളം ഒരു കുഴപ്പമില്ല. ഞാൻ എടി എന്തിനു പാത്രം ഉണ്ടെങ്കിൽ എടുത്തോ. കയ്യിൽ വിട്. ഞാൻ അത് എനിക്ക് ഇതൊക്കെ വലിയ മോശമല്ലേ? വെള്ളം കോരി കൊടുക്കണം. വെള്ളം കോരിത്താ മോനെ. ഒരു തൂക്കങ്ങ് കോരി കൊടുത്താ പോരെ, തീർന്നില്ലേ? ഞാൻ സഹായിക്കാം. അതേ മുത്ത് വരും. എടി അവിടെ വീട്ടിലെ വലിയ ഉരുളിയില്ലേ, ഇവിടെ അത് വെള്ളം ഇരിപ്പുണ്ട്, അത് മതി. അത് മതിയാ. വയ്യടാ എല്ലാം കൂടി വയ്യ. മുത്തേങ്ങ വന്നൊരു ബക്കറ്റ് എടുത്ത് തരാം. കുളിക്കട്ടെ. അല്ല ഞാൻ കുളിക്കാൻ വെള്ളം ബക്കറ്റ് കൊടുന്നു തരാം. വെള്ളം ഈ പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ചൊക്കെ കൂടുതൽ ആളാവരുത് കേട്ടത്. എനിക്കറിയാം കോരി കൊടുക്കും. അതെ എന്റെ തങ്കക്കുട്ടി വെള്ളം തന്നിട്ടില്ല, നീ കുളിച്ചേ അല്ലേ? മര്യാദക്ക് വെള്ളം കോരാ. ഞാൻ ബക്കറ്റ് എടുത്ത് തുറന്നു തരാം. അന്റെ ബക്കറ്റ് എടുക്ക് കുട്ടി. അവിടെ ഒരു ബക്കറ്റ് ഇരിക്കുന്നുണ്ട്. എടുക്ക്. അയ്യോ ഒരു 6 ഇള ശവപ്പെട്ടിക്കകത്ത് എന്നെ കിടത്തി കുടങ്ങാളൊക്കെ കൊടുത്തിടാവോ? നീളം മാത്രം പോരല്ലോ, നോക്കണ്ടേ? എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു അച്ഛൻ? എന്താ കാര്യം? എന്താ അതിന് വേണ്ടി ഇവിടെ എന്താ സംഭവിച്ചത്? ഇന്ന് ഞാൻ കുളിക്കാൻ കയറിയപ്പോ ഇവിടെ കറണ്ട് പോയി. പാകത്തിന് മുഖത്ത് സോപ്പ് ഇട്ടപ്പോഴത്തേക്ക് മോട്ടറിനകത്ത് മൊത്തം വെള്ളം തീർന്നു. ഞാൻ അവിടെ നിന്ന് നിലവിളിച്ചപ്പോൾ നിങ്ങളുടെ പുന്നാര ഭാര്യ അടുക്കള പാചകം ചെയ്യാൻ വെച്ചിരുന്ന ഒരു അരബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഞാൻ അടുത്തൊന്ന് മോങ്ങളി കുളിച്ച് വൃത്തിയായി. നീ കുളിച്ചല്ലോ. അതിന് ഞാൻ അനുഭവിച്ച ശിക്ഷ എന്നറിയാവോ? ഈ കിണർ കോരി ഇറക്കാൻ വരുന്നവർ പോലും ഇങ്ങനെ ചെയ്യത്തില്ല. അവർ ഇന്ന് പുതിയ പാത്രം ഉണ്ടാക്കി അടുക്കള സകലമായ പാത്രത്തിൽ എന്നെ കൊണ്ട് വെള്ളം കോരിച്ചു. അതുകൂടാതെ നിങ്ങളെ പുന്നാര പെങ്ങള് അവളും കുറെ ബക്കറ്റിലെല്ലാം കൊണ്ടുപോയി. നിങ്ങളെ ചീര വാരാൻ നടക്കുന്ന ഒരു പേട്ടമ്മാവനുണ്ടല്ലോ, അര ബക്കറ്റ് വെള്ളത്തിൽ കുളിക്കുന്ന അങ്ങനെ എന്നെ കൊണ്ട് 4 ബക്കറ്റ് വെള്ളം കോരി. അച്ഛൻ ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നു നിങ്ങളെ ചോരലുള്ള സ്വന്തം അനിയനാണ് ഞാൻ, ബംഗാളി അല്ലത്. ഓട്ടടാ, നമ്മളെ വീട്ടിലുള്ളവരല്ലേ, നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. കൈപ്പായ ഒരു സഹനം നടക്കാൻ ഈ കൈ കൊണ്ട് ഞാൻ എങ്ങനെ വാരി കഴിക്കുമെന്ന് ആലോചിക്കുന്നത്. ഇനി വന്നതും പോയതൊക്കെ ഇരിക്കട്ടെ. പിന്നെ അച്ഛൻ കൂട്ടി ചോദിക്കാനും നിൽക്കട്ടെ. അല്ല അതുകൂടെ ആടാ, നീ ഒരു 5 തൊട്ടി വെള്ളം കൂടെ കോരണം. അത് കഴിഞ്ഞാൽ പിന്നെ നിർത്തിക്കോ. ആർക്ക്? ഞാൻ പുറത്ത് പോയിട്ട് വന്നാൽ കുളിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ, ഒപ്പം കുളിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ആരെങ്കിലും നിന്റെ അടുത്ത് വെള്ളം കോരാൻ പറഞ്ഞാൽ നീ എൻ്റെ അടുത്ത് പറയണം, അവർക്ക് ഞാൻ വഴക്ക് കൊടുക്കും. 5 തൊട്ടി മതി, 6 ആക്കല് കേട്ടാ. തങ്കം ഇച്ചിരി കട്ടനായിട്ട് ഒരു കട്ടനോടുണ്ട എനിക്ക് കിടന്ന് കുറെ മയ്യ 10-18 തൊടി കിടന്ന് കൃർണ പറഞ്ഞ് കോരി എന്റെ 2 കൈപ്പോയോ അനക്കാൻ വയ്യ. ഭയങ്കര പണിയല്ലേ? അല്ല അത് പണിയല്ല. നമുക്ക് പുറത്തേക്ക് പോകാം കടയിലേക്ക്. ഇതിന്റെ കേട്ടോ ചില്ല് പൊട്ടി, ഇതൊന്ന് മാറ്റും വേണം. ഞാൻ ചായ മേടിച്ചു തരാം. ചില്ല് പൊട്ടിനെ കേട്ടാ മാറുന്നതിനേക്കാൾ നല്ല വാച്ചങ്ങ് മാറ്. അതിന്റെ പെണ്ണ് മറ്റേ വിവാഹ വാർഷികത്തിന് വാങ്ങി തന്നാ. അതിനെന്ത്? അത് പെണ്ണിനെ മാറ്റാനല്ലേ പറഞ്ഞ, വാച്ചല്ലേ മാറ്റാൻ പറഞ്ഞത്? അല്ല അത് ഇപ്പൊ തന്നെ കേടായ അമ്മായി വാങ്ങിച്ചത്. അല്ല അത് എടാ നല്ല വാച്ചാണത്. എവിടെയൊക്കെ ഫോണും സ്വിച്ച് ഓഫ് ആയി. വർക്ക്ഷോപ്പിൽ ആരെങ്കിലും വിളിച്ചാലും അറിയത്തില്ല. പിന്നെ വർക്ക്ഷോപ്പിലും ഭയങ്കര ഇന്റർനാഷണൽ വർക്ക്ഷോപ്പല്ലേ, പണി ഇങ്ങനെ തലയ്ക്കും വീതം കിടക്കുകയല്ലേ. പ്രീറ്റോ ഒന്ന് വിളിച്ചു നോക്കുന്നേ KCB-ലോട്ടൊന്നും, അല്ലെങ്കിൽ അവിടത്തോളം ഒന്ന് ചെല്ല്. ഞങ്ങൾ കറണ്ട് വരും.
കറണ്ട് വരൂല, എത്ര നേരമായി, ഒന്ന് ചെല്ല് ക്ലീറ്റോ. അതേ ഇപ്പൊ ഇനിയിപ്പോ ഒരു 3-4 ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കും. വാർത്ത ഉണ്ടായിരുന്നു കാറ്റും മഴയും ശക്തമാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി കറണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, പോയി വന്നു. എന്റെ ദൈവമേ, ഒരു തുള്ളി വെള്ളവും ഇല്ല. അതിപ്പോ വാർത്ത കണ്ടു കഴിഞ്ഞാൽ ഉടനെ KCBക്കാർ ഫ്യൂസ് ഊരും. അവർക്ക് നമ്മുടെ പാടൊന്നും അറിയണ്ടല്ലോ. വേറൊരു കാര്യമാടാ, ഇതെന്താ അറിയാമോ, കാറ്റടിച്ച് ഇതെല്ലാം പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒടിഞ്ഞു വീണാൽ പിന്നെ അത് ദിവസങ്ങൾ 2-3 എടുക്കൂലേ ഇതെല്ലാം ശരിയാക്കി വരാം. അപ്പം അവര് ഒരു സുരക്ഷിതമായിട്ട് കാലാവസ്ഥ ഇങ്ങനെ മാറുമ്പോൾ തന്നെ ഊരി വെക്കും. അവരെ സേഫ്റ്റിക്ക് അച്ചുവട്ടാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് വരൂല്ലോ, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ കാണത്തില്ലെന്ന്. ഇതൊന്നും വന്നിട്ടില്ലല്ലോ. എടാ ഒരു ദിവസം കുറച്ച് നേരല്ലേ കറണ്ട് പോയിട്ടുള്ളൂ. പണ്ടത്തെ കാലത്തൊക്കെ കറണ്ട് ഉണ്ടായിട്ടാ ജീവിച്ച്. എങ്ങനെ ചോദിച്ചു? ഇതാ പണ്ട് കറണ്ട് ഇല്ലായിരുന്നു. അമ്മാവൻ ജനിക്കുമ്പോൾ കറണ്ട് ഇല്ലേ? അമ്മാവൻ ജനിക്കുമ്പോൾ കറണ്ട് ഇല്ലേ? എന്റെ വീട്ടിലൊന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല. വീട്ടിലല്ല, കറണ്ട് എന്ന് പറഞ്ഞ അതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ട്. എനിക്കൊരു 10-15 വയസ്സ് കഴിഞ്ഞിട്ട് ആ കറണ്ടിന്റെ ആവശ്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ബോധം ഉണ്ടായത്. അതുവരെ ഒന്നും കറണ്ട് ഉണ്ടായിരുന്നു. അതെല്ലാവരും ജനിച്ച ഉടനെ പിള്ളേർക്ക് തൊട്ടിൽ കിടക്കുന്ന പിള്ളേർക്കൊന്നും കറണ്ട് അതാ ഞാൻ പറഞ്ഞു, കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കൊണ്ട് പറ്റിയതാണ്. എല്ലാം ഒന്ന് പരിചയപ്പെട്ട് വെക്കണം, അപ്പൊ വല്ല കുഴപ്പമുണ്ടോ? എന്നിട്ട് ഇപ്പൊ രാവിലെ കുളിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുളിക്കാതിരിക്കത് റൊണാൾഡോ കെന്റിന്ന് കോരി നമ്മൾ കുളിച്ചു. അങ്ങനെ ഓരോരോ സാധനങ്ങൾ ചെയ്യണം. ആ സാധനങ്ങൾ ഇവിടെ ബംഗാളി ഒരുത്ത ഇരിപ്പുണ്ടോ എല്ലാ പണിയും ചെയ്യാൻ. നിനക്കെന്ത് പറ്റിയടി? ഫോൺ ഓഫായി. എവിടെ പോണ്? ഫോൺ ഓഫായി. നന്നായി ഫോൺ ഓഫായെങ്കിൽ എനിക്ക് സന്തോഷമായി. എന്റെ ദൈവമേ, ഇന്ന് കറണ്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഇരുന്നോ? സർട്ടിഫിക്കറ്റ് അയക്കണം. അയ്യോ, ഇപ്പോഴാണ് എന്റെ മോൾ ഓർത്തത്. നേരെ എടുത്തിട്ട് ഇപ്പോഴാണ് ഓർത്തത്. ഇപ്പോഴാണ് ഓപ്പൺ ആയത് പോർട്ടൽ. അയ്യോ അയ്യോ, നീ അയക്കണ്ട അങ്ങനെ. ഇപ്പൊ എന്റെ ലൈഫിന്റെ കാര്യമാ. ലൈഫ് അവിടെ കിടക്കട്ടെ. നിന്റെ ഫോണൊന്ന് കൊടുക്കുക, അവൾ അയക്കണം. അയ്യോ ഇല്ല, എന്റെ ഫോണിൽ നിറച്ചും ചാർജ് ഉണ്ട്, പക്ഷെ കൊടുക്കണില്ല. രാവിലെ മുതൽ ഇവളോട് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞ അയക്കടി അയക്കടിന്ന്. അമ്മ, ഞാൻ ഗെയിം കളിക്കാൻ ചോദിച്ചപ്പോ അമ്മയുടെ ചാർജ് ഇല്ലല്ലേ, ഇപ്പം ഫുൾ ശതമാനം ഉണ്ടാ? ആ ഉണ്ട്. ചാർജും എന്റെ കയ്യിലില്ല. സ്വന്തം കാര്യം സിന്താബ, അത്രേ ഉള്ളൂ. മോളെ ലൈഫാണ് സർട്ടിഫിക്കറ്റ് അയക്കണ. അടങ്ങി നീ ഒരു കാര്യം, എന്റെ ഫോൺ എടുത്ത് അയക്കും. അമ്മ മാത്രം, എനിക്കൊരു ഡാഡി ഉണ്ട്. ഓ ആയിക്കോട്ടെ. തള്ള മനസ്സിലാക്കണം, അല്ലെ പിള്ള മനസ്സിലാക്കണം. തള്ളക്കും പിള്ളക്കും ബോധമല്ലെന്ന് പറഞ്ഞപ്പോ എന്ത്? തള്ളക്ക് നല്ല ബോധമുണ്ട്. ഡാഡി ഇതില് 2% ഇതിപ്പോ ഓഫ് ആവും. കൊള്ളാം. ഇന്ന് അയക്കണ്ട. അയ്യോ, എന്തിക്ക് ഞാനേ നമ്മുടെ സംസ്ഥാന സമ്മേളനം ഉടനെ തുടങ്ങാൻ പോകണേ. അപ്പൊ ജില്ലാതലത്തിൽ അതിന്റെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന്റെ മെസ്സേജുകളൊക്കെ ഇതിൽ വരും. മീറ്റിംഗ് ഉണ്ട്. 2% ഇല്ലേ? ഒരു കോള് വരുമ്പോ എടുക്കാനുള്ള ചാർജ്. അല്ലടാ, അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഇത് ഓഫ് ആവുമല്ലോ. അയ്യോ, അതെ അമ്മാവാ, എടാ KCB ഒന്ന് വിളിയടാ. എന്റെ അടുത്ത് എന്റെ ഫോൺ നോപ്പാ. അല്ല, ഇതിപ്പോ വിളിച്ച ചിലപ്പോ ഓഫായി പോവും. ഇരുന്ന വരണ കോളാണെങ്കിൽ അറിയാൻ പറ്റും. അമ്മ അതില് വിളിക്കാൻ പറ്റുമോ? ഇത് ഞാൻ പറഞ്ഞില്ല, ആ കൂതൽ ഇന്നലെ കുത്തി വെച്ചിട്ടില്ല. തങ്കം എന്തിയേ? ഒന്ന് KCB വിളിക്കാം. അയ്യോ, ഇത്രയും നേരം മലയാളത്തിലല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന് വിളിക്ക് ക്ലീറ്റോ, ഒന്ന് അവിടത്തോളം പോന്ന് പറഞ്ഞിട്ട് പോയോ? അപ്പൊ വരും ഇതും വരും. ദൈവമേ, ഇന്ന് കറണ്ട് വരല്ലേ. ഈ അമ്മ തമാശകളിയല്ല ഇത്. അല്ല, ഞാൻ ഇവിടെ ഇത്രയും നേരം കുളിക്കാൻ വെള്ളം ഉണ്ടാകുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമില്ല. തേങ്ങ അരച്ചില്ല എന്ന് പറഞ്ഞപ്പോ അത് കുഴപ്പമില്ല. ഇപ്പൊ ഫോൺ ഓഫ് ആയപ്പോ നിനക്കൊക്കെ ചൂട് പിടിച്ചല്ലേ? അതെ, തമാശകളി. വാശി പിടിക്കാനുള്ള സമയമല്ലേ വേണ്ട. അടിയന്തരമായി മീറ്റിംഗ്. തേങ്ങ മിക്സിയിലിട്ട് അരച്ചിട്ടില്ല ഇതുവരെ? ഇല്ല. വെള്ളം കോരി കുളിച്ച പോലെ അത് ആ തേങ്ങ എടുത്തിട്ട് അമ്മിയിലിട്ട് അരക്കി. അത് തന്നെ പണ്ടത്തെ കാലത്തൊക്കെ അമ്മിയിൽ അരച്ചിട്ടല്ലേ കറി വെച്ചിരുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ആണോ? എന്നാ ചെല്ല അമ്മാവൻ അരക്കി. അത് അങ്ങനെയല്ല, വീട്ടിലെ പെണ്ണുങ്ങളാണ് അരക്കുക, ഞാനല്ലല്ലോ. മനുഷ്യന് കൈവേദന എടുത്തിട്ട് വയ്യ. അപ്പൊ പറയാ തേങ്ങ ചാർജ് ഇല്ലെങ്കിൽ പ്രശ്നമാവൂല. ഈ ഫോണ് ഇത് ഓഫായ പാടാണ്. അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. എന്റെ ഫോൺ അങ്ങ് തുറന്നിട്ട് അതിനകത്തോട്ട് ഒഴിച്ചെടുക്ക്. ഈ സമയത്ത് ചളി അടിക്കല്ലേ? ഈ സമയത്ത് ശുദ്ധഹാസ്യം അങ്ങനെ പറയരുത്. അല്ല തങ്ക, കറണ്ട് വന്നിട്ട് തേങ്ങ അരച്ചിട്ടേ കറി വെക്കില്ല. അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ലില്ലിമോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഞാൻ എന്തായാലും കഴിച്ച് കിടക്കട്ടെ. വീണ്ടും ചമ്മിയായിരുന്നു നേരത്തെ. ഈ പാടാക്കടു എന്റെ സർട്ടിഫിക്കറ്റ്. അല്ലേ മക്കളെ, മീറ്റിംഗ് അതെ. തങ്ക KCB ഒന്ന് വരൂന്നേ. കറണ്ട് പോയെങ്കിൽ അതുപോലെ വരും. അവിടെ ഇരിക്കിച്ചിരി നേരം. എന്നോടെന്തിനി പിണക്കം റോസ്മേരി, എന്തിനാണ് എന്നോട് പരിഭവം? കർത്താവേ, കറണ്ട് വന്നു. മൊബൈലിൽ ഒരു തുള്ളി ചാർജ് ഇല്ല.
അയ്യോ മോളെ ഒരു 2 സെക്കൻഡ്. 2 സെക്കൻഡ്. എന്റെ ഓഫായി. എന്റെ ഓഫായി പറയുന്നേ. എനിക്ക് വർക്ക്ഷോപ്പിൽ മനസ്സിലായ അണ്ടേപ്പീസ് ജോലി ചാർജ് എത്രയുണ്ട്? ഒട്ടുമില്ലടാ ഓഫ്. ഓഫായില്ല. 2% ഓഫായി. എന്റെ ഓഫാണ് മുത്തേ. വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വരും. ഒറ്റ മിനിറ്റ് അവിടെ നിൽക്കും. ഇത് ഉപജീവന മാർഗമാ. അവിടെ റോസ്മേരിക്ക് പൈസ കഴിഞ്ഞ് മതി. തൊലച്ച് എടുക്കും. മുതന്നെല്ലിക്ക കഴിക്കും പുളിക്കും വളിക്കും ഒരു ഉറുമ്പിന്റെ കിണ്ണാവണി ചാർജ് കിട്ടിയാൽ മതി. ഞാൻ ഇട്. ഹലോ ആ സാറേ ഞാൻ അങ്ങോട്ട് വിളിക്കാം സാറേ. എന്തറിയാമോ ഫോൺ ചാർജ് ഇല്ലേ. സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഇത് ചാർജ് ചെയ്തിട്ട് ഞാൻ എന്നിട്ട് മീറ്റിംഗിൽ ഞാൻ കയറിക്കോളാം. ചാർജില്ല ഓഫായി. എന്റെ ഓഫ്. എനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ആവണമെന്ന് ഇവിടെ ഒരു വിഷയമല്ല. എനിക്ക് വർക്ക്ഷോപ്പിൽ എനിക്ക് മീറ്റിംഗിന് കയറാനുള്ള അപ്പുക്കുട്ട സാർ ഓൺലൈൻ മീറ്റിംഗ് വർക്ക്ഷോപ്പിൽ പോണേ. വർക്ക്ഷോപ്പിൽ പോയി ചാർജ് കളിക്കരുത്. ഞാൻ ഈ വീട്ടിലെ ഗ്രഹനാഥൻ അന്തേവാസിയാണ്. അന്തേവാസിക്ക് ആ ഇതൊക്കെ ഉള്ളൂ. നിനക്ക് നിന്റെ റൂമിൽ കുത്തല്ല. അതിനകത്ത് ആ പ്ലഗ് അതിനകത്ത് കൈ കൊണ്ട് ഷോക്ക് അടിച്ച് കൈ മാറ്റും. ആണല്ലോ ഷോക്ക് അടിക്കട്ടെ. ഇവിടെ എല്ലാം പോയി കിടക്കുകയാണ്. ഇത് തന്നെ ഉള്ളത്. ഇത് ഞാനല്ല ഇവിടെ ചാർജ് ചെയ്യണത്. നിങ്ങൾക്ക് അപ്പുറത്ത് കൊണ്ട് അവിടെ കൊണ്ട് ഇവിടെ കൊണ്ട് എല്ലാം ചേർക്കാം. കളിക്കരുത് കേട്ടാ. ഒരു ആവശ്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കൊക്കെ തമാശ കളിയാ. അല്ല എനിക്ക് നിനക്ക് ഇന്നലെ മെനഞ്ഞാന്നൊന്നും അയക്കാല്ല. ഇപ്പൊ തന്നെ അയക്കണം. ഇന്നാണ് ഓപ്പൺ ആയപ്പോൾ പാർട്ടിയുടെ അടിയന്തര മീറ്റിംഗും കാര്യങ്ങൾ നടക്കണമെന്ന് പറയുമ്പോൾ പിള്ളേർക്ക് മനസ്സിലാവണ്ട കേട്ടാ. തൊട്ടു പോരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തിക്കോ. ഞാനും കുത്തും. നീ അപ്പുറം എവിടെയെങ്കിലും കൊണ്ടുപോവാ. എല്ലാത്തിനും ഒരുമിച്ച് നമ്മളെ ഇവിടെ ആവശ്യങ്ങളൊന്നും പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാവില്ല. ഗ്രഹനാഥൻ ഇവിടെ എന്തൊക്കെയാണ് കഷ്ടപ്പാടെന്നുള്ളത് ഇവർക്കാർക്കും അറിയണ്ടല്ലോ. തിന്നാൻ നേരം എല്ലാത്തിനും വന്നിരുന്നാൽ മതി. ഞാനത് കറക്റ്റ് ആയിട്ട് ഇത് വെച്ചിട്ട് ഇത്രയും സമയമായിട്ടും കയറിയില്ല എന്ന് പറഞ്ഞ ഫോൺ ഓഫ്. ഇത് ആരാണ് ചാർജർ മാറ്റിട്ട് എന്റെ ഫോൺ മാറ്റിട്ട് ആരെടുത്ത് കുത്തി? ഞാനല്ല. സത്യം പറയണം. ഞാൻ അപ്പുറത്ത് പോയ കുത്തിയേ. അവനോടെ റൊണാൾഡോ എവിടെ? അവനായിരിക്കും. അവനെ ഇത് ചെയ്യുള്ളൂ. റൊണാൾഡോ അപ്പുറത്ത് കുറച്ചും കുത്തിയിട്ട് വർക്ക്ഷോപ്പിൽ കള്ളത്തരം പറയരുത്. അപ്പൊ പിന്നെ നിന്റെ തള്ളയായിരിക്കും. ഉത്തരവാദിത്തം വേണം. ഒരു മനുഷ്യ ഒരാൾ ഒരു അത്യാവശ്യ കാര്യത്തിന് ഫോൺ ചാർജ് വെച്ചിട്ട് മാറ്റിയിട്ട് നീ എടുത്ത് കുത്തി അല്ലേ? എനിക്ക് നിങ്ങളുടെ ഫോണൊന്നും കുത്തേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഫോണിൽ ചാർജ് ഉണ്ട്. പിന്നെ ആരാ ഇത് മാറ്റിയത്? ഇത് എന്റെ ഫോൺ ചാർജ് ആയിട്ടില്ല ഇതുവരെ സമയമായിട്ട്. ഒരുപാട് കളിക്കരുത് കേട്ടാ. എല്ലാത്തിനും തമാശ കളി. ഞാൻ പ്രത്യേകം പറയണു. അപ്പൊ കൂടെ സാറുടെ മീറ്റിംഗ് ഉണ്ട്. ആരുമല്ല നിങ്ങൾ തന്നെയാണ്. ഞാനിത് കേടി. ഞാൻ ഫോൺ കുത്തിയാണ് അപ്പൊ കുഴപ്പം. അതെ ഫോൺ കുത്തിയത് തന്നെയാ കുഴപ്പം. ഫോൺ അങ്ങ് കുത്തിയാ പോരാ. അതിനപ്പുറത്ത് സ്വിച്ച് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് ഓൺ ചെയ്യണം. നോക്കാം അങ്ങോട്ട്. ശരിയാ ഡാഡി. റൊണാൾഡോങ്ങളുടെ ചാർജർ സ്വിച്ച് ഓഫ് ആക്കിയിട്ടല്ലേ ഊരിയത്. എന്നിട്ട് ഡാഡിയുടെ ചാർജ് വെച്ചിട്ട് ഡാഡി സ്വിച്ച് ഓൺ ആക്കിയില്ല. അറിഞ്ഞത് മനസ്സിലാവില്ല. കളിക്കുന്നത് വർക്ക്ഷോപ്പിൽ നിന്ന് ആൾക്കാർ വിളിക്കുമ്പോൾ ഞാൻ വിളിക്കുന്നത് അവിടെ പോയി പറഞ്ഞത്. ശരിയാണ്. വേണം. Audience